ആർക്കും ഗതിയില്ല. യാത്രക്കാരോ ദുരിതത്തിൽ. എല്ലാ വർഷവും പാതാളത്ത് പുറപ്പെടുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഏതോ ഒരു JCBയുടെ തലയിൽ കുടുങ്ങിയപ്പോൾ ഞാനിങ്ങ് കയറിപ്പോന്നതാണ്. റോഡ് പണിയുടെ പേരിൽ എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. എല്ലാ റോഡുകളും പാതാളം വരെ താഴ്ന്നിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ ഈ മഹാബലി തമ്പുരാൻ കേരളത്തിലില്ല. ഞാനിനി കേരളത്തിലേക്ക് വരില്ല. എനിക്ക് മടുത്തു. എൻ്റെ പ്രജകളെ, നിങ്ങളെങ്കിലും ഓടി രക്ഷപ്പെട്ടോ? ഇതാരും ശരിയല്ല. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം സന്തോഷകരമായിരുന്നു. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മാവേലി ആ കാലത്ത് വരും. ആ കാലത്ത് മാത്രമേ ഇനി മാവേലി വരൂ. എനിക്ക് വയ്യ. ഇതുപോലൊരു ഗതികേടിൽ നമ്മൾ ഈ പുലാമന്തോൾ പഞ്ചായത്തിലെ ഈ കട്ടുപ്പാറയിൽ ഇതുപോലുള്ളൊരു സമരത്തിന് നമ്മളിന്ന് മുതിർന്നിരിക്കുന്നത്. നമുക്കറിയാം, മാവേലിക്ക് പോലും ഈ രാജ്യത്ത് മാവേലിക്ക് പോലും ഒരു ഓണനാളിൽ പ്രജകളെ കാണാൻ വരാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെ റോഡുകൾ മുഴുവൻ കാലങ്ങളായി ഇതുപോലെ കിടക്കുന്ന ഒരവസ്ഥ, ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മഹാനായ മഹാബലിക്ക് ഇന്ന് നടു റോഡിൽ ഇരുന്നു കൊണ്ട്, ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ ഇരുന്നു കൊണ്ട് ഓണസദ്യ കഴിക്കേണ്ടി വന്ന ഒരു ഗതികേട് നമുക്കറിയാം. അദ്ദേഹത്തിന് ഓണസദ്യ വിളമ്പി കൊടുക്കേണ്ട ഗതികേടും നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, മാസങ്ങളായി വർഷങ്ങളോളമായി ഈ റോഡിൻ്റെ ദുരവസ്ഥ നമുക്കൊക്കെ അറിയാം. അധികാരികൾ കണ്ണു തുറക്കാതെ സാധാരണക്കാരായ ആളുകൾക്ക് ദൈനംദിനം പോയിക്കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം, ഒരു വലിയ ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾക്ക് പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരാനുള്ള പ്രയാസം നമുക്കൊക്കെ അറിയാം. ആ പ്രയാസത്തിനൊരു പരിഹാരം കാണാതെ നമ്മുടെ പ്രിയപ്പെട്ട MLA നടത്തിയ സമരം പോലും മുഖവിലക്കെടുക്കാതെ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഈ റോഡിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരു ചെറുവിരൽ പോലും അനക്കാതെ അമ്മോസനും മരുമകനും തൂർത്തു മാത്രം കൈമുതലാക്കി ഭരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം, PWD മിനിസ്റ്റർ റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഓണനാളിൽ പോലും ഇത്തരമൊരു സമരം ചെയ്യേണ്ട ഗതികളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രതീകാത്മകമായ രീതിയിൽ ഈ ആളുകൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ റോഡിന്റെ പ്രശ്നം ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ ശ്രമിച്ച പുലാമന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് നമുക്കറിയാം, നമുക്ക് ഈ നാട് നമുക്കറിയാം, പൊന്നോണ നാളിൽ നമ്മുടെ നാട്ടുകാരുടെ സുഖത്തിലും നോക്കി നമ്മളൊക്കെ ചേർന്നിരുന്ന ഈ സമയത്ത് പോലും ഇത്തരം ഒരു സമരം നമുക്ക് നയിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നമ്മോട് സഹകരിക്കണം, പോലീസ് പോലും ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾ ഈ സമരം നാട്ടിൽ നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള, ഇത് പോലീസിന് കൂടി വേണ്ടിയുള്ള സമരമാണ്. നിങ്ങളാരും ഇത് ഞങ്ങളോട് എതിർക്കേണ്ട ഒരു കാര്യമില്ല. ഒരാൾക്ക് പോലും യാത്ര ചെയ്യാൻ ഈ റോഡിലൂടെ കടന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ റോഡ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, വരും നാളുകൾ ശക്തമായ സമരം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മുൻപന്തിൽ നിന്നുകൊണ്ട് നാളെ മുതൽ വലിയ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വരുമെന്ന സൂചന മാത്രം നൽകിക്കൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. MWZ മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് 999. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി.